മഴ പെയ്യാതെ മിന്നൽ പ്രളയവും മലയിടിച്ചിലും ഉണ്ടാവുക. നേപ്പാളിലെ റസുവ ജില്ലയിൽ ബോട്ടെക്കോഷി തൃശൂലി നദികളാണ് കര കവിഞ്ഞ് ഒഴുകിയത്. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല, മഴ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആലോചിച്ചു നോക്കണം. ഏതാണ്ട് ഗ്രാമങ്ങൾ പൂർണ്ണമായും ഒലിച്ചുപോയിട്ടുള്ള ഒരവസ്ഥ. നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലാണ് ഈ ദുരന്തമുണ്ടായിട്ടുള്ളത്. മിന്നൽ പ്രളയവും മലവെള്ളപ്പാച്ചിലും ഒക്കെയാണ്. മരിച്ചവരുടെ എണ്ണം കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 160 പേർ മരിച്ചു എന്നുള്ളതാണ്. 750-ലധികം ആളുകളെ കാണാതെ ആയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. കൈലാസ മാനസ സരോവർ യാത്രയ്ക്ക് എത്തിയ തീർത്ഥാടകരായിട്ടുള്ള ഇന്ത്യക്കാരായ തീർത്ഥാടകർ 133 പേരെയും കാണാനില്ല എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. എന്തായാലും ഈ വിവരം അറിഞ്ഞതോടുകൂടി ഇന്ത്യയിലും അതീവ ജാഗ്രത തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 157 മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ദുരന്തം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും 341 വിദേശികളടക്കം 403 വിനോദസഞ്ചാരികളെ കുറിച്ച് വിവരമില്ല എന്നുള്ളതാണ് നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. അതായത് ഇതിന്റെ കൃത്യമായ കണക്കുകളൊന്നും ഇവരുടെ കയ്യിലില്ല. അത് ഒരു വലിയ വീഴ്ചയാണ് എന്ന് കൂടി പറയേണ്ടി വരും. ചെളിയിൽപ്പെട്ടവർക്കായിട്ടുള്ള അന്വേഷണമൊക്കെ തുടരുകയാണ്. സ്വാഭാവികമായും നമുക്ക് ആശങ്കയുണ്ടാവും. ഒരു മഴയില്ല, അത്തരത്തിലുള്ള യാതൊരു സാഹചര്യവും ഇല്ലാതെ അവിടെ നേപ്പാളിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു മിന്നൽ പ്രളയം ഉണ്ടായത്? ഗ്രാമങ്ങൾ ഒന്നടങ്കം ഇല്ലാതെയായി പോകുന്ന, ആളുകളൊക്കെ ചെളിയിൽ പൂണ്ടുപോകുന്ന അവസ്ഥയിലുള്ള ഒരു വലിയ മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്നു. നിമിഷങ്ങൾക്കകം തന്നെ വ്യാപാര പാതകളും അണക്കെട്ടുകളും ഉൾപ്പെടെ തകരുന്നു. ആകാശത്ത് ഒരു തരി കരിമേഘമോ താഴ്വരകളിൽ പേമാരിയോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ കൂറ്റൻ മലവെള്ളപ്പാച്ചിൽ എങ്ങനെയുണ്ടായി? ഈ മലവെള്ളപ്പാച്ചിലിന് പറയുന്നത് ഗ്ലോഫ് എന്നാണ്. അതായത് ഹിമതടാക വിസ്ഫോടനം ഉണ്ടായി എന്നുള്ളതാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. എന്താണ് ഈ ഗ്ലോഫ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉയർന്ന മലനിരകളിലെ ഹിമാനികളായിട്ടുള്ളവയെല്ലാം ഉരുകുന്ന സമയത്ത് ഒലിച്ചു വരുന്ന മണ്ണും പാറക്കല്ലും ഒക്കെ ഉൾപ്പെടെ അടിഞ്ഞുകൂടി സ്വാഭാവികമായിട്ടുള്ള ഒരു തടയണ അവിടെ രൂപപ്പെടും. എവിടെ? മലമുകളിലെ കാര്യമാണ് പറയുന്നത്. അവിടെ തടയണ രൂപപ്പെടും. ഈ തടയണകളിൽ ജലം കെട്ടിക്കിടന്ന് കാലക്രമേണ ഇത് വലിയ ഒരു തടാകങ്ങളായിട്ട് മാറുകയും ചെയ്യും. ഇതിനെയാണ് ഹിമ തടാകങ്ങൾ എന്ന് പറയുന്നത്. കോൺക്രീറ്റ് ഡാമുകളെ പോലെ ഇതിന് ഉറപ്പൊന്നും ഉണ്ടാവുകയില്ല. കാരണം നമ്മൾ ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് മുന്നേ പറഞ്ഞല്ലോ. ഈ ഹിമാനികളൊക്കെ ഉയരുമ്പോൾ കൂട്ടത്തിലുള്ള അവിടെയുള്ള കല്ലും മണ്ണും പാറക്കല്ലുകളും ഒക്കെ അടഞ്ഞുകൂടിയാണ് ഇത് രൂപപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഉറപ്പൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കല്ലും മണ്ണും ഒക്കെ ചേർന്നുള്ള ഈ പ്രകൃതിദത്ത തിട്ടകൾ തകരുകയാണ് ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങളിലൂടെ ഉണ്ടാവുക. ആഗോള താപനം മൂലം മഞ്ഞുരുകല് ശക്തമാകുമ്പോൾ തടാകങ്ങളിലെ ജലനിരപ്പ് അപകടകരമായിട്ടുള്ള രീതിയിൽ അതിന്റെ ഒരു അളവ് ഉയരും. ഭൂചലനമോ അല്ലെങ്കിൽ ചെറിയ ഒരു ഹിമപാതമോ അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ഹിമപാതമോ ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ ഭിത്തികള് തകരും. അങ്ങനെയാണ് ഈ ഒരു ഗ്ലോഫ് എന്ന് പറയുന്ന വിസ്ഫോടനം ഉണ്ടാകുന്നത്. ഇത് ഉണ്ടായി നേരെ കുത്തിയൊലിച്ചു വരുമ്പോഴാണ് സ്വാഭാവികമായുള്ള കോൺക്രീറ്റ് അണക്കെട്ടുകൾ ഉൾപ്പെടെയുള്ളവയെല്ലാം തകർന്ന് അതിഭീകരമായിട്ടുള്ള രീതിയിൽ വലിയ മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയവും ഒക്കെ ഉണ്ടാകുന്നത്. ഇന്നലെ രാവിലെ തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു പ്രളയം ഉണ്ടാകുന്നത്. ഈ സമയം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവിടെ മഴയുടെ ലേശം പോലുമില്ല. ചൈനയുമായിട്ടുള്ള നേപ്പാളിന്റെ പ്രധാന വ്യാപാര പാതയായിട്ടുള്ള റസുവഗഡി അതിർത്തി കേന്ദ്രം, ടിമുറെ, സ്യാബ്രുബസി, ബത്രാബതി തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തന്നെ നിമിഷങ്ങൾ കൊണ്ട് വലിയ വെള്ളത്തിന് അടിയിലായി. 111 മെഗാവാട്ടിന്റെ റസുവഗുഡി പദ്ധതി ചിലിമെ, തൃശൂലി 3A ഉൾപ്പെടെയുള്ള 10-ലധികം ജലവൈദ്യുത പദ്ധതികൾ തകരുകയോ പ്രവർത്തനം ഭാഗികമായോ പൂർണ്ണമായോ ഒക്കെ നിർത്തിവെക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. റസുവയിൽ നിന്ന് ഏകദേശം 36 കിലോമീറ്റർ അകലെ
സമുദ്രനിരപ്പിൽ നിന്ന് 5100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലിൻഡെ നദിയിലേക്ക് കൂറ്റൻ മഞ്ഞുമല ഇടിഞ്ഞു വീണതാണ് ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നതിനുള്ള കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം ഉണ്ടാകുന്നത്. ഹിമപാതത്തിൽ നദീതടം പൂർണ്ണമായിട്ട് അടഞ്ഞുപോയി. പൂർണ്ണമായും അത് അടഞ്ഞുപോയി. തുടർന്ന് അവിടെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ കൂറ്റൻ ജലസംഭരണി ഉണ്ടല്ലോ, അത് പെട്ടെന്ന് തകർന്ന് താഴേക്ക് കുതിച്ചൊഴുകിയെത്തുന്നു. കാഠ്മണ്ഡുവിലെ സർവകലാശാലയിലെ പരിസ്ഥിതി ഗവേഷകനായിട്ടുള്ള പ്രൊഫസർ റിജൻ ഭക്ത കായസ്ഥ പറയുന്ന കാര്യമാണിത്. അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു വലിയ പ്രളയം പെട്ടെന്നുണ്ടായത് എന്നുള്ളതിന് പറഞ്ഞിട്ടുള്ള കാരണമാണ് ഇത് പറയുന്നത്. ഇത് കാഠ്മണ്ഡു പോസ്റ്റിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോ നിസ്സാരമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒന്നും കാണാൻ കഴിയില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു യുവാവുണ്ട്. ഈ യുവാവ് പറയുന്നുണ്ട്, തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് താൻ രക്ഷപ്പെട്ടതെന്നാണ് ഈ യുവാവ് പറയുന്ന ഒരു കാര്യം. അതായത് ബിബേക് കുമാൽ എന്നാണ് ഈ യുവാവിന്റെ പേര്. ഇയാളുടെ ഞെട്ടൽ ഇതുവരെയും മാറിയിട്ടില്ല. നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് ആ ദുരന്തം കണ്ടു നിന്ന്, ടിവിയിലൂടെ പോലും ആ ദുരന്തം കണ്ടിട്ടുള്ള നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് അതിന്റെ ദൃശ്യങ്ങൾ ഓരോന്നായിട്ട് ഓരോ ക്ലിപ്പിംഗ് ആയിട്ട് വരുമ്പോൾ ആ ദൃശ്യങ്ങളൊന്നും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പോ അത്ര പോലും നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ദുരന്തത്തെ നേരിട്ട ആ യുവാവിന്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കില്ലല്ലോ. എത്രത്തോളം ഒരു ട്രോമ ആ യുവാവിന് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ പറയുന്ന ദൃശ്യങ്ങൾ, അതായത് ഇദ്ദേഹം ബിബേക് കുമാർ പറയുന്നത്, വലിയ ഉഗ്രമായിട്ടുള്ള ശബ്ദത്തോടു കൂടി വെള്ളവും ചെളിയും പാറക്കല്ലുകളും ഒക്കെയും ഇങ്ങനെ ഒഴുകി ഒലിച്ച് എത്തുകയാണ്. ഈ ദൃശ്യങ്ങൾ കണ്ണിൽ നിന്ന് മായുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ തലനാരിഴയ്ക്കാണ് ആ സമയത്ത് 24 വയസ്സുകാരനായിട്ടുള്ള ഈ ബിബേക് രക്ഷപ്പെടുന്നത്. ഇദ്ദേഹം ഇപ്പോൾ കാഠ്മണ്ഡുവിലെ നാഷണൽ ട്രോമ കെയർ സെന്ററിൽ കിടന്നിട്ടാണ് ഈ വിവരങ്ങൾ അത്രയും ലോകത്തോട് വിളിച്ചു പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്യണം, അദ്ദേഹം നേപ്പാളിലെ രസുവ ജില്ലയില് ആ ജില്ലയ്ക്ക് കുറച്ച് താഴെയായിട്ടുള്ള ബിദൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പുതുതായി നിർമ്മിക്കുന്ന ഒരു വീട്, ആ വീടിന് സെപ്റ്റിക് ടാങ്കിന് കുഴിയെടുക്കാനുള്ള വേണ്ടിയിട്ടാണ് ഈ ബിബേക് കുമാറും സംഘവും ബുധനാഴ്ച രാവിലെ എത്തുന്നത്. ഏകദേശം 5 അടിയോളം താഴ്ചയിലേക്ക് ഇവർ കുഴിയെടുത്തു എടുത്തു കഴിഞ്ഞപ്പോഴും കുമാല പെട്ടെന്ന് വലിയൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. കുഴിക്ക് മുകളിൽ നിന്നിരുന്ന സഹപ്രവർത്തകരായിട്ടുള്ള 4 പേര് ഭീതിയോടുകൂടി പിന്നോട്ട് മാറുന്നത് പിന്നീട് ഈ കുമാൽ എന്ന് പറയുന്ന യുവാവ് കാണുകയാണ്. പെട്ടെന്ന് കുഴിയിൽ നിന്ന് അവനോട് മുകളിലേക്ക് കയറി വരാൻ ഇവർ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏറെ പരിശ്രമിച്ചിട്ട് ഈ യുവാവ് മുകളിലേക്ക് കയറി വരികയും ചെയ്തു. അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ഓടാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടാകുന്നത് പോലെ ജലപ്രവാഹം ഒലിച്ചെത്തുകയാണ്, കുതിച്ച് ഒലിച്ചെത്തുകയാണ്. ചെളിക്കും അവശിഷ്ടങ്ങൾക്കും ഇടയിലൂടെ താൻ ഈ പ്രവാഹത്തിലൂടെ പോയി എന്ന് പറയുന്നു. പക്ഷേ എവിടെയോ ഒരു മാവിൻ കൊമ്പ് ഉണ്ടായിരുന്നു, അതിൽ പിടിച്ചു നിന്നാണ് ഈ യുവാവ് രക്ഷപ്പെട്ടത് എന്ന് പറയുന്നു. അപ്പോ ആ യുവാവിനുണ്ടായ ആ മാവ് ബാക്കിയെല്ലാം കടപുഴകി ഒഴുകി പോകുമ്പോഴും ആ മാവ് അവിടെ നിന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം അത്ഭുതകരമായിട്ടുള്ള ഒരു രക്ഷപ്പെടലാണ് ആ യുവാവിന് ഉണ്ടായിരുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഇത്രയും വലിയൊരു വിഷയം അവിടെ നേപ്പാളിൽ ഉണ്ടായിരിക്കുന്നു. ഇന്ത്യ സ്വാഭാവികമായിട്ടും എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ട്. അതിന് ബലേന്ദർ ഷാ അവിടുത്തെ പ്രധാനമന്ത്രി നന്ദിയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിയുന്ന വിവരം. എന്തായാലും ഇന്ത്യയുടെ സഹായ ഹസ്തങ്ങൾ നേപ്പാളിനൊപ്പം ഉണ്ടാകും. ഈ ഒരു ദുരന്തത്തിൽ നിന്ന് അവർക്ക് ഉടൻ തന്നെ കരകയറാനായിട്ട്